പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമുക്കും അനുഗ്രഹീതരാകാം. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 25-ഉം 26-ഉം തിരുവചനം. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ തേടുന്നവർക്കും കർത്താവ് നല്ലവനാണ്. കർത്താവിൻ്റെ രക്ഷയെ ശാന്തമായി കാത്തിരിക്കുന്നതും ഉത്തമം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കും എന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു സഹോദരിയുടെ ജീവിതാനുഭവമാണ്. ആ സഹോദരിയുടെ ഏകമകൻ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ വീട്ടിൽ വന്നപ്പോൾ അവൻ അപ്പനെയും അമ്മയെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് അവൻ വീട് വിട്ടിറങ്ങി. വീട് വിട്ടിറങ്ങുമ്പോൾ ഈ അമ്മയുടെ ഹൃദയം വല്ലാതെ നൊമ്പരപ്പെട്ടു. ഏകമകനെ വലിയ പ്രതീക്ഷകളോടെയാണ് വളർത്തി വന്നത്. അവൻ അറിവും പ്രായവും ജോലി ചെയ്യാനായിട്ടുള്ള പ്രാപ്തിയും കിട്ടിക്കഴിഞ്ഞപ്പോൾ ചില സംസാരത്തിൽ വന്ന പാകപ്പിഴകൾ അവൻ്റെ മനസ്സിന് അതൊരു വെറുപ്പായി ദേഷ്യമായി മാറിയപ്പോൾ ജന്മം നൽകിയ മാതാപിതാക്കളെപ്പോലും തള്ളിക്കളഞ്ഞ് അവൻ വീട് വിട്ടിറങ്ങി. അകലങ്ങളിൽ അവൻ പോയി ജോലി തേടി ജോലി കണ്ടെത്തി അവനിങ്ങനെ ജീവിക്കുകയാണ്. വീടുമായി ഒരു ബന്ധവുമില്ല. എന്നാൽ ഈ സഹോദരി എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നതുകൊണ്ട് ഈ തകർന്ന നിമിഷങ്ങളിലും തകർന്ന അനുഭവങ്ങളിലും അവൾ പ്രാർത്ഥന ഉപേക്ഷിച്ചില്ല. എല്ലാ ദിവസവും അവൾ മകന് വേണ്ടി പ്രാർത്ഥിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അവൻ തൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞു വരുമെന്ന് കാത്തിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞു. മകനെക്കുറിച്ച് ഒരറിവുമില്ല. മറ്റുള്ളവരിൽ നിന്നൊക്കെ വല്ലപ്പോഴും അറിയാനായിട്ടിടയായി അവൻ വിദേശത്ത് അവൻ ജോലി ചെയ്യുകയാണ്. വിദേശത്തുള്ള ഒരു പെൺകുട്ടിയെ അവൻ വിവാഹം കഴിഞ്ഞുവെന്നും ഈ അമ്മ അറിയുമ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത വിഷമമായി. വാർദ്ധക്യത്തിൻ്റെ നാളുകളിലേക്ക് ഈ സഹോദരി എത്തുകയാണ്. നാളുകൾ കഴിയുമ്പോൾ ആദ്യം ഭർത്താവ് ഈ ഭൂമിയിൽ നിന്ന് കടന്നുപോയി. പിന്നെ എല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിൽ അവരെന്നിട്ടും പ്രാർത്ഥന മുടക്കം കൂടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. തൻ്റെ മകൻ ഇന്നല്ലെങ്കിൽ നാളെ, എൻ്റെ മരണത്തിൻ്റെ അവസാന മണിക്കൂറെങ്കിലും അവൻ എൻ്റെ അടുക്കൽ വരും, അവനെ ഒന്ന് ഞാൻ കാണും, അവനെ കണ്ടിട്ടേ ഞാൻ ഈ ഭൂമിയിൽ നിന്ന് ഞാൻ മാറുകയുള്ളൂവെന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ. ഈശോയോട് അതിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഈ ഭൂമിയിൽ നിന്ന് ഞാൻ എടുക്കപ്പെടുമ്പോൾ അതിനു മുമ്പ് എനിക്കെൻ്റെ മകനെ ഒന്ന് നീ കാണിച്ചു തരണം, അവനെൻ്റെ അരികിലേക്കൊന്ന് വരണം, മരണസമയത്ത് അവനെൻ്റെ അടുത്ത് നിൽക്കുന്നത് എനിക്ക് കാണാനായിട്ട് ആഗ്രഹമുണ്ടെന്ന് അവരുടെ പ്രാർത്ഥനയിൽ അത് പറയുമായിരുന്നു. പ്രിയമുള്ളവരെ, അവരുടെ വിശ്വാസത്തിൻ്റെ തോതറിഞ്ഞ് വിലയറിഞ്ഞ് ദൈവം ആ ആഗ്രഹം സാധിച്ചു കൊടുത്തു. മരണത്തിൻ്റെ അവസാന നാളിൽ മണിക്കൂറുകളിൽ വിദേശത്തായിരുന്ന ഈ മകൻ അവൻ്റെ ഭാര്യയെയും മക്കളുമായിട്ട് ജന്മം നൽകിയ അമ്മയുടെ അരികിലേക്ക് വന്നു. അമ്മയുടെ അരികിലേക്ക് മരണത്തിന് ഏതാനും മണിക്കൂറുകൾ മുമ്പപ്പോൾ സ്വബോധമുള്ള സമയത്ത് ഈ അമ്മയുടെ കരം പിടിച്ച് അവൻ മാപ്പ് ചോദിച്ചു. അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഫലം ലഭിച്ചു. പ്രിയമുള്ളവരെ, ഓരോ പ്രാർത്ഥനകളുടെ പിന്നിലും ദൈവത്തിന് ഒരു സമയമുണ്ട്. ചില പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോകുമ്പോഴും നമ്മൾ പ്രാർത്ഥനയിൽ ഉറച്ചു നിന്നാൽ നമുക്ക് മനസ്സ് ബലമുണ്ടാവും, മനസ്സിന് തളർച്ചയുണ്ടാകുകയില്ല. കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാതെ വരുമ്പോൾ നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെടാൻ കാരണം പ്രാർത്ഥനയോടെ നമുക്ക് കാത്തിരിക്കാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 30-ാം അധ്യായം 18 അതിനാൽ നിന്നോട് ഔദാര്യം കാണിക്കുവാൻ കർത്താവ് കാത്തിരിക്കുന്നു, നിന്നോട് കാരുണ്യം പ്രദർശിപ്പിക്കുവാൻ അവിടുന്ന് തന്നെ ഉയർത്തുന്നു. എന്തെന്നാൽ കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഭാഗ്യവാന്മാർ. ദൈവം ഇടപെടണമെന്ന് ആഗ്രഹിച്ച് കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. യെശയ്യാ 64:4 പറയുകയാണ്,
തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. ദൈവത്തിനായിട്ട് നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്നാൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കും. പ്രിയമുള്ളവരെ, ഈ പറഞ്ഞ സഹോദരി ഈ വാർദ്ധക്യത്തിലെത്തി ഈ മകൻ എത്തുമെന്ന് ആരും, ആ കുടുംബത്തിലുള്ള ആരും കരുതിയില്ല. അവരുടെ ബന്ധുമിത്രാദികളിൽ ആരും കരുതിയില്ല ഇനി ഒരിക്കലും നാട്ടിൽ ഈ അമ്മയെ കാണാൻ വരുമെന്ന് ആരും വിചാരിച്ചില്ല. പക്ഷേ ഈ സഹോദരി ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ കാത്തിരുന്നപ്പോൾ ദൈവം ഈ സഹോദരിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആരംഭിച്ചു. വചനം പറയില്ലേ, തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഈ മകനെ അവൻ്റെ മനസ്സിൽ ഈ അമ്മയെക്കുറിച്ചുള്ള ചിന്തകൾ ദൈവം കൊടുത്തു. അവൻ അവസാന നാളുകളിൽ ഈ അമ്മയെ കാണണമെന്നുള്ള ആഗ്രഹം അവന് വന്നു. അതുകൊണ്ടാണ് അവൻ വിദേശത്തായിരുന്നിട്ട് സുഖലോലുപതയിൽ എല്ലാ സുഖങ്ങളിലും ജീവിച്ചിട്ടും അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത ദൈവം ഇട്ടുകൊടുത്തു. കാരണം അമ്മയെ ചെന്ന് കാണുക, അത് ഈ അമ്മയുടെ ആഗ്രഹമായിരുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 17-10 അധ്യായത്തിൽ 9 പറയുക, ഞാൻ അവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് വേണ്ടിയല്ല. അങ്ങ് എനിക്ക് തന്നവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. എന്തെന്നാൽ അവർ അവിടത്തേക്കുള്ളവരാണ്, എനിക്കുള്ളതെല്ലാം അങ്ങയുടേതാണ്. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി നിലപാടുകൾ എടുക്കും. വ്യക്തികളുടെ ജീവിതത്തിൽ ദൈവം അവരെ സ്വാധീനിക്കും. ഏത് മേഖലകളിലും നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവരാകണം. ഒരുപക്ഷെ സാഹചര്യങ്ങളും ചുറ്റുപാടുകളും നമ്മുടെ പ്രാർത്ഥനയിൽ നിന്ന് മാറാൻ കാരണമാകുന്ന സാഹചര്യങ്ങളും ചുറ്റുപാടുകളും ആയിരിക്കാം. ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമായിരിക്കും, ഇനി പ്രതീക്ഷിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്നാലും നമ്മൾ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കണമെന്നാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പ്രഭാഷകൻ 2:10, കഴിഞ്ഞ തലമുറകളെപ്പറ്റി ചിന്തിക്കുവിൻ, കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായത്? കർത്താവിൻ്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തരായത്? അവിടത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? പ്രാർത്ഥനയിലൂടെ കാത്തിരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ നിരാശയും അസ്വസ്ഥതകളും ഒക്കെ വിട്ടുപോകും. അതല്ലെങ്കിൽ നമ്മൾ നിരാശപ്പെടും. ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ കുറച്ച് നാൾ പ്രാർത്ഥിച്ചിട്ട് ഇനി നടക്കൂല എന്നുള്ള ഒരു ചിന്തയോടുകൂടി പ്രാർത്ഥന അവസാനിപ്പിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിരാശ കയറും. അവസാനം നമുക്ക് മുന്നോട്ട് നയിക്കാനായിട്ട് പറ്റില്ല, പ്രവർത്തിക്കുവാനായിട്ട് പറ്റാത്ത രീതിയിൽ തളർന്ന അവസ്ഥയിൽ നമ്മൾ വീണുപോകും. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, കർത്താവിൽ ആശ്രയിച്ച ആരെയും കർത്താവ് നിരാശപ്പെടുത്തിയില്ല. കർത്താവിൽ ആശ്രയിച്ച ആരും ഭഗ്നാശരായിട്ടില്ല. കർത്താവിൽ ആശ്രയിച്ച് നിന്നവരെ ആരെയും കർത്താവ് പരിത്യജിച്ചിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തിരിച്ചറിവോടുകൂടി നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ലൂക്കയുടെ സുവിശേഷം 18 അധ്യായം 7-8 വാക്യങ്ങളിൽ ഈശോ തന്നെ പറയുന്നില്ലേ, കാരണം നീതിരഹിതനായ ന്യായാധിപൻ, ന്യായം കൊടുക്കാനായിട്ട് ഒരു മനസ്സുമില്ലാത്ത ന്യായാധിപൻ, പക്ഷെ വിധവ അദ്ദേഹത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഓരോ ദിവസവും ചെന്ന് എനിക്ക് ന്യായം നടത്തി തരണമെന്ന് പറയുമ്പോൾ, പ്രതിയോഗിയോട് എനിക്ക് ന്യായം നടത്തി തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഈ ന്യായം ബോധമില്ലാത്ത ന്യായാധിപൻ തന്നെ അവസാനം ഈ വിധവയ്ക്ക് ന്യായം നടത്തി കൊടുക്കുക. എന്നിട്ട് ഈ ഉപമ പറഞ്ഞിട്ട് ഈശോ പറയുകയാണ്, അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചപേക്ഷിക്കുന്ന തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? അവിടെ നിന്ന് അതിന് കാലവിളംബരം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? പ്രിയമുള്ളവരെ, പ്രാർത്ഥനയിൽ നമുക്ക് കാത്തിരിക്കണമെങ്കിൽ ഈശോയോടുള്ള ആഴമായൊരു വിശ്വാസം വേണം. രാപകൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരിക്കണം. പ്രാർത്ഥനയിൽ കാത്തിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ഒരു നിലപാട് തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അതല്ലാതെ കുറച്ച് നാൾ നല്ല തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു, പിന്നെ പ്രാർത്ഥന കുറഞ്ഞു വന്ന് പിന്നെ പ്രാർത്ഥനയില്ലാത്ത അവസ്ഥ വരാൻ പാടില്ല. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1 ലേഖനം 3 അധ്യായം 10, നിങ്ങളെ മുഖാമുഖം കാണുന്നതിനും നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ കുറവ് നികത്തുന്നതിന് വേണ്ടി ഞങ്ങൾ രാപകൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം പൗലോസ്ലീഹായുടെ ഈ പ്രാർത്ഥനയാണ്. കാരണം തൻ്റെ വിശ്വാസ സമൂഹം അവർ വിശ്വാസത്തിലും വിശുദ്ധിയിലും വളർന്നു വരുന്നത് കാണണമെന്ന് ആഗ്രഹിച്ച് പൗലോസ്ലീഹ ഓരോ ദിവസവും തീഷ്ണതയോടെ രാപകലില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ പരിണിതഫലമാണ് അദ്ദേഹം കടന്നുപോയ മേഖലകളിൽ വിശ്വാസ സമൂഹം വളരെ തീഷ്ണതയോടെ വളർന്നു പന്തലിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ പ്രാർത്ഥിക്കുന്നവരായിട്ട് നമ്മൾ മാറണം. പ്രാർത്ഥിക്കുമ്പോൾ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ആദ്യം ഉണ്ടായിരുന്ന പ്രാർത്ഥനയുടെ തീഷ്ണത ഇന്നുണ്ടോ?
വളരെ തീഷ്ണതയോടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരംഭത്തിൽ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചിട്ട് അത് നിർത്തി പ്രാർത്ഥനയില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ തീഷ്ണതയോടെ പ്രാർത്ഥിക്കാൻ ആരംഭിക്കുക. കാരണം മരണം വരെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. അവസാനത്തെ ശ്വാസം നിലയ്ക്കുവോളം നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാൻ ഈ തിരുവചനത്തിൽ പരിചയപ്പെടുത്തിയ ആ സഹോദരി അവസാനം അവരുടെ മരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് ദൈവം ഈ മകനെ അവരുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ സംഭവിക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രത്യാശയോടെ കാത്തിരുന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ദൈവം ഇടപെടും. അവസാന നിമിഷം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നതിന് മുമ്പ് തന്നെ ദൈവം ഈ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് കാത്തിരുന്ന് പ്രാർത്ഥിച്ചിരിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ദൈവത്തോട് നമ്മൾ എടുക്കേണ്ട നിലപാട്. ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം തന്നാൽ മതിയെന്ന് പറയണം. അതല്ലാതെ നമ്മൾ കാരണം ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന് എല്ലാറ്റിനും ഒരു സമയമുണ്ട്. സങ്കീർത്തനം 69:13 കർത്താവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണാസമ്പന്നനായ അങ്ങേക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ. ദൈവമേ, നിനക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരം നൽകിയാൽ മതി. എന്നാലും ഞാൻ കാത്തിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഈ ഒരു മനോഭാവം നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദൈവത്തിന് ഉചിതമെന്ന് തോന്നുന്ന സമയത്ത് എനിക്കുത്തരം തന്നാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരു സമയപരിധി വയ്ക്കാതെ അവസാനം വരെ കാത്തിരിക്കാനായിട്ടുള്ളൊരു മനസ്സ് വേണം പ്രാർത്ഥനയിൽ. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 4-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വചനങ്ങളിൽ പ്രത്യാശയോടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കാത്തിരിക്കാനായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാകണം. നിന്റെ സന്തതി ഇപ്രകാരം ആയിരിക്കുമെന്ന് പറയപ്പെട്ടിരുന്നതനുസരിച്ച് താനും അനേകം ജനതകളുടെ പിതാവാകും എന്ന പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു. അബ്രഹാത്തിൻ്റെ ജീവിതാനുഭവമാണ്. കാരണം 100-ാം വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം അന്ത്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവരെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. പ്രിയമുള്ളവരെ, ദൈവം ചില വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ചില വാഗ്ദാനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ദൈവം പൂർത്തീകരിക്കും. പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ വചനത്തിലൂടെ ചില വാഗ്ദാനങ്ങൾ നമ്മുടെ ചിന്തകളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ദൈവം ആ വാഗ്ദാനം പൂർത്തീകരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ കാത്തിരിക്കണം. കാരണം പ്രതീക്ഷിക്കാൻ വകയുണ്ടാവുകയില്ല. കാരണം സാഹചര്യങ്ങളും സാധ്യതകളും നോക്കുമ്പോൾ കാരണം സംഭവിക്കാനായിട്ട് ഒരു സാധ്യതയും ഇല്ലായിരിക്കാം. അബ്രഹാത്തിൻ്റെ ജീവിതത്തിൽ നമ്മൾ കാണുന്നില്ല 100 വയസ്സായ അബ്രഹാത്തിന് എങ്ങനെയാണ് ഇനി കാരണം ശരീരം മൃതപ്രായമായിരിക്കുന്ന ആ മനുഷ്യന് എങ്ങനെയാണ് ഒരു കുഞ്ഞുണ്ടാവുക? സാറായുടെ ഉദരം വന്ധ്യമായി മാറിയിരിക്കുക. വന്ധ്യയായിരിക്കുന്ന സാറായുടെ ഉദരത്തിൽ എങ്ങനെ ഒരു കുഞ്ഞ് രൂപപ്പെടും? പക്ഷേ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് സാധ്യമായ മേഖലകൾ നമ്മുടെ ജീവിതത്തിൽ അസാധ്യമെന്ന് നമ്മൾ തോന്നുമ്പോഴും നമ്മൾ ഉള്ളിൽ വിചാരിക്കണം ദൈവത്തിന് ഇത് സാധ്യമാണ്. മറിയം വിശ്വസിച്ചു. മറിയത്തിൻ്റെ ആ വിശ്വാസത്തിൻ്റെ തോതനുസരിച്ച് മറിയത്തിൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കടന്നു വന്നതുപോലെ പ്രിയമുള്ളവരെ, പ്രാർത്ഥിക്കുമ്പോൾ കാത്തിരിക്കുമ്പോൾ യേശുവിലുള്ള ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്, നബൂഖദ്നേസർ രാജാവ് ശദ്രാക്ക്, മെഷാക്ക്, അബേദ്നെഗോ ഈ 3 പേരെയും യുവാക്കളെ തീച്ചൂളയിലേക്ക് വലിച്ചെറിയാനായിട്ടിടയായി. കാരണം അവർ വിഗ്രഹാരാധനയ്ക്ക് അവരുടെ ജീവിതം വിട്ടുകൊടുത്തില്ല. ഏകസത്യ ദൈവത്തെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ. ആ ഒരു ബോധ്യത്തോടെ അവർ ഉറച്ചു നിന്നപ്പോൾ പ്രിയമുള്ളവരെ, നബൂഖദ്നേസർ രാജാവ് ഈ 3 യുവാക്കളെ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു. 3 യുവാക്കളും തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെടാൻ പോകുന്ന നിമിഷങ്ങളിൽ അവർ ശക്തമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. അവർ പറയുകയാണ്, രാജാവേ, ഞങ്ങൾ സേവിക്കുന്ന ഞങ്ങളുടെ ദൈവം എരിയുന്ന തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുവാൻ കഴിവുള്ളവനാണ്. അവിടുന്ന് ഞങ്ങളെ നിൻ്റെ കയ്യിൽ നിന്ന് മോചിപ്പിക്കും. ഇക്കാര്യം നീ അറിഞ്ഞുകൊള്ളുക. അവിടുന്ന് ഞങ്ങളെ മോചിപ്പിച്ചില്ലെങ്കിൽ പോലും ഞങ്ങൾ നിൻ്റെ ദേവന്മാരെയോ നീ നിർമ്മിച്ച സ്വർണ്ണ ബിംബത്തെയോ ആരാധിക്കുകയില്ല. ഇതാണ് പ്രാർത്ഥനയോടെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ഉള്ള ഒരു ബോധ്യം. പ്രിയമുള്ളവരെ, ഈ 3 യുവാക്കളും കാരണം അവർ ദൈവം ശക്തനാണ്, ദൈവം ഞങ്ങളെ രക്ഷിക്കുമെന്നുള്ളൊരു ബോധ്യത്തോടു കൂടി അവർ പറയുകയാണ്. എന്നിട്ടും അവർ പറയുന്ന ബോധ്യം എന്താണ്? അങ്ങനെ ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഞങ്ങൾ ദൈവത്തിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുന്നവരൊക്കെയാണ് ചില പ്രശ്നങ്ങളുടെ മേഖലകളിൽ പ്രാർത്ഥിച്ചിട്ട് ഉടനടി ഉത്തരം കിട്ടാതെ വരുമ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നവരെ കാണാൻ പറ്റും. പ്രാർത്ഥനയില്ലാത്തവരെ കാണാൻ പറ്റും. പ്രാർത്ഥന അവസാനിപ്പിക്കും. കുർബാനയില്ല, പള്ളിയിൽ പോക്കില്ല, വചനവായനയില്ല, കൂട്ടായ്മകളിൽ പ്രാർത്ഥനയ്ക്ക് പോകാനായിട്ടുള്ള താല്പര്യമില്ല, മടിയായിട്ട്
ഇനി എന്തിന് പ്രാർത്ഥിച്ചിട്ട് ഇനി എന്ത് കാര്യം, എല്ലാം നഷ്ടപ്പെട്ടില്ലേ, ഇനി ഒന്നും വേണ്ട, ദൈവവും വേണ്ട എന്ന് ചിന്തിക്കുന്ന തലങ്ങളിൽ നിരാശയ്ക്ക് വ്യക്തികൾ അടിമപ്പെടുന്നവരെ കാണാൻ പറ്റും. അത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെടാൻ പാടില്ല. കാരണം ദൈവത്തിൻ്റെ കയ്യിൽ സകലതുമുണ്ട്. ഇന്ന് നമ്മൾ കാത്തിരിക്കുന്നവരെ എല്ലാം ദൈവത്തിൻ്റെ കയ്യിലുണ്ടെന്ന് തിരിച്ചറിയണം. സമയത്തിൻ്റെ പൂർണ്ണതയിൽ, ദൈവത്തിൻ്റെ രീതിയിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമ്മുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിക്കും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം തരും. ക്ഷമയോടെ നീ കാത്തിരുന്നാൽ, പ്രാർത്ഥനയോടെ നീ കാത്തിരുന്നാൽ കർത്താവ് നിൻ്റെ ജീവിതത്തിൽ ഇടപെടുന്ന ഒരു മണിക്കൂറുണ്ട്, ഒരു നിമിഷമുണ്ട്. അതൊരു പക്ഷേ നീ വിചാരിക്കാത്ത നിമിഷമായിരിക്കും. നീ കാത്തിരുന്ന നിമിഷങ്ങൾ, ഒരു പക്ഷേ നീ ഒരു സമയം ഇന്ന സമയത്തിനകം ഈ കാര്യം സാധിക്കുമെന്ന് കാത്തിരുന്നിട്ട് അത് സാധിക്കാതെ വരുമ്പോഴും നിനക്ക് അബ്രഹാത്തിൻ്റെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കഴിയണം. ഈ 3 യുവാക്കളുടെ വിശ്വാസത്തിലേക്ക് കടന്നു വരാൻ കഴിയണം. ഇത് സംഭവിച്ചില്ലെങ്കിലും ഞാൻ എൻ്റെ ദൈവത്തിൽ കാത്തിരിക്കും, ഞാൻ എൻ്റെ ദൈവത്തിൽ പ്രത്യാശയോടെ കാത്തിരിക്കും. കാരണം ദൈവത്തിൽ പ്രത്യാശ വെച്ച് കാത്തിരുന്ന ആരെയും ദൈവം നിരാശരാക്കിയിട്ടില്ല. ഈ ദിനത്തിൽ പ്രിയമുള്ള സഹോദര സഹോദരി, പ്രാർത്ഥിച്ചിട്ടും കേൾക്കപ്പെടാത്ത നിൻ്റെ നിയോഗങ്ങളുടെ മേൽ നീ നിരാശയുടെ ചിന്തകളുമായിരിക്കുകയാണോ? നീ പ്രാർത്ഥിക്കുവാൻ ആരംഭിക്കുക. അല്പം കൂടെ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ആദ്യം ഉണ്ടായിരുന്ന ആ തീഷ്ണതയിൽ നിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ കടത്തിക്കൊണ്ടുവരിക. വിശ്വാസത്തോടും പ്രത്യാശയോടെയും കാത്തിരുന്ന് നീ പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾക്ക് കർത്താവ് ഉത്തരം തന്നില്ലെങ്കിലും ഞാൻ കർത്താവിൻ്റെ കൂടെ നിൽക്കുമെന്നും അവസാന ശ്വാസം വരെ നീ ബോധ്യത്തോടെ പറഞ്ഞാൽ ദൈവം നിൻ്റെ ജീവിതത്തിൽ ഇടപെടും. ജീവിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. സങ്കീർത്തകൻ പറയുന്നുണ്ട്, എന്നെക്കുറിച്ചുള്ള തൻ്റെ നിശ്ചയം കർത്താവ് നിറവേറ്റും, കർത്താവ് അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. കാരണം ദൈവത്തിന് മാറ്റമില്ലാത്തൊരു ദൈവമാണ് നമ്മൾ വിശ്വസിക്കുന്ന ദൈവം. ജോബിൻ്റെ പുസ്തകം 23-ാം അധ്യായം 13-14 തിരുവചനം, അവിടുന്ന് മാറ്റമില്ലാത്തവനാണ്, അവിടുത്തെ പിന്തിരിപ്പിക്കുവാൻ ആർക്ക് കഴിയും? താൻ ആഗ്രഹിക്കുന്നത് അവിടുന്ന് ചെയ്യുന്നു, എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെ തന്നെ പലതും അവിടുത്തെ മനസ്സിലുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന് നമ്മളെക്കുറിച്ച് വളരെ വ്യക്തമായ പദ്ധതിയും പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിനുണ്ട്. ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന നിമിഷവും മണിക്കൂറും ഉണ്ട്. അതുവരെ നമ്മൾ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ടാകും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉത്തരവാദിത്തങ്ങൾ നമ്മൾ കൃത്യതയോടെ ചെയ്യുകയും നമ്മുടെ പ്രാർത്ഥനയിൽ നമ്മൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കുകയും ചെയ്യണം. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ലേ, 19:25 എനിക്ക് ന്യായം നടത്തി തരുവാൻ അവൻ ജീവിക്കുന്നവനെന്നും അവസാനം അവിടുന്ന് എനിക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ഞാൻ അറിയുന്നു. എൻ്റെ ചർമ്മം അഴുകിയില്ലാതായാലും എൻ്റെ മാംസത്തിൽ നിന്ന് ഞാൻ ദൈവത്തെ കാണും. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മുടെ പക്ഷത്താണെന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറണം. ജോബിൻ്റെ ജീവിതം, ജോബ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. അവൻ്റെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ ഈ ചർമ്മം പോലും അഴിഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥയായിപ്പോൾ ജോബ് പറയുന്നത് എന്താണ്? ഞാൻ എൻ്റെ അഴുകിയ ചർമ്മത്തിൽ നോക്കിയപ്പോലും ദൈവം എൻ്റെ പക്ഷത്താണെന്ന് പറയും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ചിന്ത ഇതാണ്. കാരണം ദൈവം എൻ്റെ പക്ഷത്താണ്. നിരാശപ്പെടുത്തുന്ന ചുറ്റുപാടുകൾ, സംഭവങ്ങൾ സംഭവിക്കുമ്പോഴും ദൈവം എൻ്റെ പക്ഷത്താണെന്നുള്ള ആ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നിലനിൽക്കാൻ വിശ്വാസിക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറുന്നത്. ജോബിന് തിരിച്ച് കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ജോബ് ആ നിരാശയുടെ നിമിഷത്തിൽ പ്രാർത്ഥനയെ അവസാനിപ്പിച്ച് ദൈവത്തെ തള്ളിപ്പറഞ്ഞിരുന്നുവെങ്കിൽ ജോബിൻ്റെ ജീവിതം ഏറ്റവും വലിയ നിരാശയ്ക്ക് അടിമപ്പെടുമായിരുന്നു. എന്നാൽ അവസാനം വരെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുവാൻ ജോബ് തയ്യാറായി. ഹെബ്രായർ 3:8 യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെ. കർത്താവായ യേശുക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യജീവിതങ്ങളിൽ ഇടപെട്ട യേശുക്രിസ്തു തന്നെയാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ പോകുന്നതെന്ന് വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ നാമം വിളിച്ച് കാത്തിരിക്കണം. ഒരു സഹോദരൻ്റെ ജീവിതത്തിലെ ഉണ്ടായ അനുഭവമാണ് ദീപക് എന്ന് പറഞ്ഞ മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ചെറുപ്രായത്തിൽ, ഏകദേശം യുവത്വത്തിൻ്റെ നാളിൽ 21 വയസ്സുള്ളപ്പോൾ പെട്ടെന്ന് ഹാർട്ടിന് ഒരു വല്ലാത്തൊരു അസുഖം വന്നു. ഹൃദയത്തിന് വേദന വന്നു. പെട്ടെന്ന് ഹോസ്പിറ്റലിലെത്തുകയാണ്. അദ്ദേഹം എല്ലാ ദേവന്മാരെയും വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്ന നാളിൽ അദ്ദേഹത്തിന് യേശുവിനെക്കുറിച്ചൊന്നും അറിയില്ല. അദ്ദേഹം ഈ ഒരു നിർണായക നിമിഷത്തിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് തളർന്നു. ഞാൻ എല്ലാ ദേവന്മാരെ വിളിച്ചിട്ടും ആർക്കും എന്നെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ രോഗം എന്നെയും കൊണ്ടേ പോകുക എന്നുള്ള ചിന്ത ആദ്യം വന്നു.
നിരാശപ്പെട്ട അനുഭവമായി ഈ മനുഷ്യൻ ആ ഡോക്ടർമാരിൽ നിന്ന് ആ റിപ്പോർട്ടെല്ലാം വാങ്ങിച്ച് നടന്നു പോകുന്ന വഴിയിൽ പെട്ടെന്ന് ഒരു ദേവാലയത്തിൻ്റെ മതിലിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കണ്ടു: നീ എൻ്റെ അരികിൽ വരിക, ഞാൻ നിന്നെ രക്ഷിക്കാം. നീ എൻ്റെ അരികിൽ വരിക, ഞാൻ നിന്നെ രക്ഷിക്കാം. ഈ വചനം അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു വലിയൊരു പ്രകാശം പോലെ വന്ന് വീണു. അദ്ദേഹം നേരെ ഈ റിപ്പോർട്ടുമായിട്ട് വീട്ടിലെത്തി. പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഈ ജോലിക്ക് വേണ്ടി പോകുന്ന സമയത്ത്, കാരണം ഹാർട്ടിന് അസുഖമാണ്, ഡോക്ടർമാർ വളരെ സീരിയസ് ആണെന്ന് എല്ലാം എഴുതി കുറിച്ച് വെച്ചിരിക്കുക. കാരണം പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ വളരെ ഗൗരവമായ ഒരു രോഗമാണെന്ന് ഡോക്ടർമാരെല്ലാം റിപ്പോർട്ട് കൊടുത്തതാണ്. പക്ഷേ ഈ ദീപക് എന്ന് പറഞ്ഞ ഈ മനുഷ്യൻ, ഇവൻ എന്തു ചെയ്തു? ഇവൻ രാത്രി മുഴുവനും ഈ വചനം, ഈ കണ്ട വചനം മനസ്സിൽ വെച്ചിട്ട് അവൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി: നീ എൻ്റെ അരികിൽ വരിക, ഞാൻ നിന്നെ രക്ഷിക്കും. അത് യേശുവായിരിക്കും. കാരണം യേശുവിനെക്കുറിച്ച് ചെറുതായിട്ട് കേട്ടിട്ടുണ്ട്, പക്ഷേ അത് ദൈവമാണെന്നുള്ള ചിന്തയൊന്നുമില്ല. ക്രിസ്ത്യാനികളുടെ ഒരു ദൈവം, ഞങ്ങൾക്ക് എത്രയോ ദേവന്മാരുണ്ട്, എത്രയോ ദേവതകളുണ്ട്. കാരണം ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ദൈവം ആയിരിക്കും യേശു ക്രിസ്തു എന്നുള്ള ചിന്തയായിരുന്നു അവന്. എന്നാൽ ഈ വചനം രാത്രിയിൽ ഈ വാക്ക് അവൻ്റെ കണ്ണുകളിൽ വന്ന് വീണു. പ്രഭാതത്തിൽ എഴുന്നേറ്റു. വീണ്ടും അതേ വഴിയിലൂടെ പോകുന്ന സമയത്ത് ആ മതിലിൽ ഈ വാക്കില്ല. ആ മതിലിൽ അവൻ കാണുന്നത് എന്താണ്? ഒരു പെയിൻറ്റിൻ്റെ പരസ്യം, ചുളുങ്ങിക്കിടക്കുന്ന ഒരു പെയിൻ്റൊക്കെ വികൃതമായി ഒരു ആ പ്രതലത്തിൽ അങ്ങനെ ഒരു വചനം പോലുമില്ല. ആ നിമിഷം ദീപക് തിരിച്ചറിയുകയാണ്, ഇത് ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടലാണ്. ജീവിക്കുന്ന ദൈവത്തിൻ്റെ ഇടപെടല. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. യേശു ക്രിസ്തു സത്യദൈവമാണ്, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. അന്നു മുതൽ ഈ ദീപക് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ ദിവസം രാത്രിയിൽ അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു: ദൈവമേ, യേശു ക്രിസ്തുവെ എന്നെ രക്ഷിക്കണമേ, യേശുവിൻ്റെ ആത്മാവെ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ദീപക് ഈ സംഭവം എന്നോട് പങ്കുവയ്ക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഇതാണ്: അച്ഛാ, എനിക്ക് അറിയില്ല ഒന്നും, പക്ഷെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഈ പ്രാർത്ഥന ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹം പറയുകയാണ്: ഞാൻ പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നു, എന്നാൽ അതിനോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ ഇടപെടലുകളും എനിക്ക് കാണാനായിട്ട് സാധിച്ചു. 6 വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം ഹാർട്ടിലുണ്ടായിരുന്ന ഈ അസുഖം ഒരു മരുന്നും കൂടാതെ പൂർണ്ണ സൗഖ്യം കൊടുത്തു. പ്രിയമുള്ളവരെ, ഈ മനുഷ്യൻ പിന്നെ പറയുകയാണ്: കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ, യേശു ക്രിസ്തുവിനോട് കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ഈശോ എൻ്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. കാത്തിരിക്കണം, നീ പ്രാർത്ഥിച്ച് കാത്തിരിക്കണം. കാരണം ജോബിൻ്റെ പുസ്തകം 19:27, അവിടത്തെ ഞാൻ എൻ്റെ പക്ഷത്ത് കാണും, അവിടത്തെ എൻ്റെ പക്ഷത്ത് കാണും, മറ്റാരെയുമല്ല, അവിടത്തെ തന്നെ എൻ്റെ കണ്ണുകൾ ദർശിക്കും. കാരണം ഹൃദയം തളരുമ്പോഴും ദൈവത്തെ കാണാനായിട്ടുള്ള മനസ്സുണ്ടാകണം. പ്രിയമുള്ളവരെ, നിരാശപ്പെടുത്തുന്ന ചുറ്റുപാടുകൾ, സാഹചര്യങ്ങൾ, സംസാരങ്ങൾ കേൾക്കുമ്പോഴും ദൈവം എൻ്റെ പക്ഷത്താണെന്നും എൻ്റെ കൂടെ ദൈവമുണ്ടെന്നും തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് കാത്തിരുന്നാൽ അവിടെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക. പൗലോസ്ലീഹ പറയുന്നില്ല, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-32 വചനങ്ങളിൽ, ഇതിനെക്കുറിച്ച് നാം എന്താണ് പറയേണ്ടത്? ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? സ്വപുത്രനെ പോലും ഒഴിവാക്കാനാവാതെ നമുക്കെല്ലാവർക്കുമായി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? ദൈവം നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? കാരണം സ്വപുത്രനെ പോലും ദൈവം നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം നൽകിയിട്ടുണ്ടെങ്കിൽ നീ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം ഉത്തരം നൽകാതിരിക്കുമോ? അവൻ തരും. നിനക്ക് അനുഗ്രഹമായത് ദൈവം തരും. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാകണമെന്നില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ അവസ്ഥയിലും അതേ അളവിലുമാകണമെന്നില്ല. ദൈവത്തിൻ്റെതായിട്ടുള്ളൊരു വഴിയുണ്ട്. അതുകൊണ്ട് നമ്മുടെ നന്മയ്ക്ക് ചേരുന്നത് അവൻ തരുമെന്ന് തിരിച്ചറിഞ്ഞ് പ്രത്യാശയോടെ, വിശ്വാസത്തോടെ, തീഷ്ണതയോടെ പ്രാർത്ഥനയിൽ കാത്തിരിക്കുന്നവരാകാം. നമ്മുടെ ജീവിതം അപ്പോൾ മാത്രമേ അനുഗ്രഹമാവുകയുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ നിരാശയ്ക്ക് അടിമപ്പെടും. നമ്മുടെ ജീവിതം വല്ലാത്ത വിഷമവും വീർപ്പുമുട്ടുമായിട്ട് മാറും. നമ്മുടെ ഉള്ളിലെ സന്തോഷം എപ്പോഴും നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. ഈ ദിനത്തിൽ നമുക്ക് നല്ല തീരുമാനമെടുക്കാം. ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റുള്ളവരിൽ പ്രവർത്തിക്കുന്ന അത്ഭുതങ്ങൾ, ഈ ദൈവം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഈ ദൈവം എൻ്റെ ജീവിതത്തിലും പ്രവർത്തിക്കാതിരിക്കുമോ? അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതിനൊരു സമയമുണ്ട്. നമുക്ക് കാത്തിരിക്കുന്നവരാകാം. കർത്താവിൻ്റെ സന്നിധിയിൽ കരങ്ങൾ കൂപ്പിപ്പിടിച്ച് ഒരു നിമിഷം നമുക്കൊന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഏകസത്യദൈവത്തെയും
അവിടെ നയിച്ച യേശു ക്രിസ്തുവിനെയും അറിഞ്ഞ് കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരാകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ ദൈവീക കൃപാവരങ്ങളും കാത്തിരുന്ന് സ്വീകരിക്കുവാൻ തക്കവിധം ക്ഷമയുള്ളവരാക്കി മാറ്റണമേ. ചില വിഷയങ്ങൾക്ക് വേണ്ടി, ചില കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചുള്ള പ്രാർത്ഥനകൾ ഇപ്പോഴും ഞങ്ങൾക്ക് ലഭിക്കാതിരിക്കുമ്പോഴും കർത്താവെ, നിന്നോട് ചേർന്ന് നിന്നുകൊണ്ട് തീഷ്ണതയോടെ, വിശ്വാസത്തോടെ, പ്രത്യാശയോടെ പ്രാർത്ഥനയിൽ ചരിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.